അങ്ങനെ നമ്മുടെ നായകന്റെ ഒരു മാസ് എൻട്രി. സാർ എന്ത് പണിയാ സാറേ കാണിച്ചേ? പിന്നെ വന്നടോ. വരും, വന്നോട്ടേ ഇരിക്കും. ഇതൊന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ആയില്ല, ശരി ആയില്ല. സാർ എന്ത് പരിപാടി സാറേ കാണിച്ചേ? എന്താ ഇത് പുതിയ കാസ്റ്റിംഗ് ഉള്ളിട്ടല്ലേ? എന്താ യുവാവ് 25 തൊട്ട് 30 വയസ്സ്, 5.5 അടി മിനിമം. എനിക്കെന്താ സാറേ ഹൈറ്റ് ഇല്ലേ, ഏജ് ഇല്ലേ? എടോ, ഞാൻ എൻ്റെ പാത്രങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുക. പാത്രങ്ങളോ? കഥാപാത്രങ്ങളെ. സാറേ ഏത് കഥാപാത്രം എന്നെ കൊണ്ട് പറ്റും സാറേ? അരുൺ, നിങ്ങളൊരു നടനാവണമെങ്കിൽ നിങ്ങൾ അതായിരിക്കും. സാറേ ഈ പടം ഇറങ്ങിയിട്ട് 14 വർഷമായി. ഞാനൊരു 10-20 തവണ ഈ പടം കണ്ടതാ. നമ്മളെ ബന്ധമുണ്ട് 3 വർഷമായി. സാർ ഒരുപാട് തവണ ഈ ഡയലോഗ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാറ്റിപ്പിടിക്കും സാറേ. അരുണേ, ഒന്നാമത് തൻ്റെ മുഖം റൊമാൻറ്റിക് മുഖമാണ്. തനിക്ക് വല്ല ആക്ഷനോ റൊമാൻറ്റിക്കോ നടക്കത്തുള്ളൂ. എടോ, ഇതൊരു ഇമോഷണൽ ബേസ് ചെയ്ത സ്ക്രിപ്റ്റാണ്. എടോ, ഇതൊന്നും തന്നെ കൊണ്ട് കൂട്ടിയ കൂട്ടത്തിലിടോ. തന്നെയൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയായിട്ട് ഒരു ഇമോഷണൽ പടം ചെയ്യാം? താനിത് വിട്ടുപിടി. നമുക്ക് അടുത്ത കഥാപാത്രം നോക്കടോ. സാറേ കഴിഞ്ഞൊരു 6 വർഷമായി ഞാൻ ഈ ബാഗും തൂക്കിൻ്റെ പുറകെ നടക്കുന്നു. ഒരു 3 വർഷമായി നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. ഹോട്ടലിൽ പണിയെടുത്തും ഫുഡ് ഡെലിവറി ചെയ്തൊക്കെയാണ് ഞാനിതിൻ്റെ പുറകെ ഓടുന്നത്. ഓരോ ഡയറക്ടറും ഞങ്ങളുടെ മുമ്പിൽ കഥ കൊട്ടി അടയ്ക്കുമ്പോഴും നാളെ നല്ലൊരു ചാൻസ് ലഭിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, നല്ലൊരു ജോലിയില്ല. നാളെ എന്താവുന്ന പോലും ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷേ കഥാപാത്രമായാലും ഒരാക്രാന്തം ഉണ്ടല്ലോ. അതാ സാറേ ഞങ്ങളെപ്പോലുള്ളവരെ നയിക്കുന്നത്. എനിക്കറിയാം എന്നെ പോലെ 10,000-കണക്കിന് ആൾക്കാർ ഇതിന് പുറകെ ഓടുന്നുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ലക്ഷ്യത്തിലെത്തി സാറേ. ഞങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. ഇനി എൻ്റെ ഓട്ടം തുടരും.